ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതമാണ്. സ്ഥലത്ത് ഡ്രോൺ പരിശോധന തുടരുന്നുണ്ട്. ദൗത്യത്തിൽ കുങ്കിയാനയുൾപ്പെടെ ഉണ്ട്. മേഖലയിലെ ഭൂപ്രകൃതി ദൗത്യത്തിനൊരു വെല്ലുവിളിയാകുന്നുവെന്നാണ് ദൗത്യസംഘം വ്യക്തമാക്കുന്നത്. അതേസമയം ഗഫൂറിന്റെ കഴുത്തിൽ ആഴത്തിലുള്ള കടിയേറ്റിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നത്. അഷ്കർ അലി കരിമ്പയുണ്ട് വിശദാംശങ്ങളുമായി. അഷ്കർ, പ്രധാനപ്പെട്ട കാര്യം ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ശരീരമാസകലം ഇത്തരത്തിൽ പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളൊക്കെ തന്നെയുണ്ട്. അതായത് അതിക്രൂരമായൊരു ആക്രമണമാണ് കടുവയുടേതായി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ദൗത്യം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? വിനിത, ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളിയായ അബ്ദുൽ ഗഫൂറിൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത്. അതിൽ നിന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ തോതിലുള്ള ആക്രമണത്തിന്, അങ്ങേയറ്റം ദാരുണമായ ഒരു ആക്രമണത്തിന് തന്നെ, കടുവയുടെ ആക്രമണത്തിന് തന്നെ ഈ അബ്ദുൽ ഗഫൂർ ഇരയായിരിക്കുന്നു എന്നുള്ളതാണ്. ശരീരത്തിൽ ആകമാനം തന്നെ കടുവയുടെ നഖത്തിൻ്റെയും അതുപോലെ തന്നെ പല്ലിൻ്റെയും ഒക്കെ തന്നെ പാടുകളുണ്ട്. മുഖത്തും ഇതുപോലെ തന്നെ ആക്രമിച്ചതിൻ്റെ പാടുകളും മുറിവുകളുമുണ്ട്. സമാനമായ രീതിയിൽ കഴുത്തിൻ്റെ ഭാഗത്ത് വലിയ തോതിൽ ആഴത്തിൽ കടിയേറ്റതിൻ്റെ പാടുമുണ്ട്. അതിനോടൊപ്പമാണ് ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഈ കടുവ ഭക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് കടിച്ചു പറിക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കുന്നത്. ശരീരത്തിൻ്റെ പിൻഭാഗത്താണ് ഇത്തരത്തിലൊരു ഭാഗം തന്നെ കടുവ കടിച്ചു കൊണ്ടുപോകുന്ന ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കും. എന്തായാലും ഈ നരഭോജിയായ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. 20 അംഗങ്ങളടങ്ങുന്ന 3 ടീമുകളായിട്ടാണ് ഇപ്പോൾ RRT സംഘം ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ, ക്യാമറ ട്രാപ്പുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും സൂചന ലഭിച്ചാൽ, ഇല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ഈ കടുവയുടെ സാധ്യത എന്നുള്ള തെളിവ് ലഭിച്ചാൽ കുങ്കിയാന അടക്കമുള്ളവയെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇതിന് മയക്ക് വെടിവെച്ച് പിടികൂടാനും അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ വനം വകുപ്പ് എത്തിയിരിക്കുന്നത്. CCF ഉൾപ്പെടെയുള്ളവർ, DF ഉൾപ്പെടെയുള്ളവർ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് RRT സംഘത്തിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 2 കൂടുകൾ കൂടി ഇപ്പോൾ അല്പസമയം മുമ്പ് വനം വകുപ്പ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കടുവയുടെ സാന്നിധ്യം കണ്ട, അതുപോലെ തന്നെ അതിൻ്റെ കാൽപ്പാടുകളൊക്കെ കണ്ട സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതിന് കടുവയുടെ കാൽപ്പാടുകൾ മാത്രമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇപ്പോൾ കടുവ പ്രായപൂർത്തിയായിരിക്കുന്നത്. പ്രായത്തിൻ്റെ അത്തരമൊരു നിഗമനത്തിലേക്ക് വനം വകുപ്പ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് ടെറിട്ടറി വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളടക്കമുള്ളവ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കൂ എന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. വിനീത. ശരി, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകി.